ഹോർമൂസിൽ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യമാണ്. കടലിടുക്കിൽ അമേരിക്കൻ ഉപരോധം തുടങ്ങി. ഉപരോധം ലംഘിക്കുന്ന ഇറാനിയൻ കപ്പലുകൾ തകർക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഉപരോധിക്കുന്ന അമേരിക്കൻ കപ്പലുകളെ തകർക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് വെച്ച് വിലപേശരുതെന്ന് ഇറാനോട് ഖത്തറും ആവശ്യപ്പെട്ടു. അതിനിടെ ലിയോ മാർപ്പാപ്പയ്ക്ക് മറുപടിയായി സ്വയം യേശുവായി ചമഞ്ഞുള്ള AI ഫോട്ടോയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. ഫൈസൽ ഹംസയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഫൈസൽ ഹംസ, കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. ഹോർമൂസിൽ ഇപ്പോൾ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉപരോധം ലംഘിക്കുന്ന ഇറാൻ കപ്പലുകളെ തകർക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ആശങ്കാജനകമായ സാഹചര്യമാണോ ഫൈസൽ? ഡോക്ടർ അരുൺകുമാർ, അല്പം ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇസ്ലാമാബാദ് ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ അമേരിക്ക വലിയ ഒരു യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ സൂചിപ്പിക്കുന്ന നീക്കങ്ങളാണ് ഹോർമൂസിൽ നടക്കുന്നത്. ആദ്യം ഹോർമൂസിൽ നിന്ന് നീങ്ങുന്ന ഇറാൻ കപ്പലുകളെ ആക്രമിക്കും, അത് തടയും എന്ന് ട്രംപ് പറയുന്നു. അല്പസമയം മുമ്പാണ് ഈ ഒരു ഉപരോധം പ്രാബല്യത്തിൽ വന്നത്. ഇനി ഏതെങ്കിലും ഒരു കപ്പൽ ഹോർമൂസ് കടലെടുക്കാൻ, അതായത് ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കപ്പൽ ഹോർമൂസ് വഴി കടക്കാൻ ശ്രമിച്ചാൽ അത് തകർക്കാനുള്ള നിർദ്ദേശമാണ് സൈന്യത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ മേഖലയിലേക്ക് കൂടുതൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് വീണ്ടും ഇറാനെതിരെ ഒരു ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ സൂചനകൾ എന്നുള്ളതാണ്. മറുവശത്ത് ഇറാൻ പറയുന്നത് ഇത്തരത്തിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഇറാനിയൻ കപ്പലിനെ ആക്രമിച്ചാൽ ആ അമേരിക്കൻ കപ്പലുകളെ ഉടൻ തകർക്കുമെന്നുള്ള ഒരു ഭീഷണി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഇറാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമാബാദ് ചർച്ചയിൽ ഒരു കരാറിന് തൊട്ടടുത്തെത്തിയതാണ്. പക്ഷേ അവിടെ ആ ചർച്ചയിലേക്ക് ഒരു കരാറിലേക്ക് എത്തുന്ന സമയത്ത് അമേരിക്ക ഗോൾ പോസ്റ്റ് മാറ്റി എന്നുള്ളതാണ് അബ്ബാസ് അറാഖ്ചി പറയുന്നത്. അതായത് അമേരിക്കയുടെ ഏകപക്ഷീയമായ നിലപാടുകളാണ് ഈ ചർച്ചയെ താളം തെറ്റിച്ചത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ബ്രിട്ടന്റെ ഒരു നിലപാട് വന്നിട്ടുണ്ട്. അവർ കൃത്യമായി പറയുന്നു, ലബനനായിരുന്നു ഈ കീറാമുട്ടി എന്ന് പറയുന്നത്. അവിടെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ലബനിൽ വെടിനിർത്താൻ ഇസ്രായേൽ തയ്യാറാകാത്തതായിരുന്നു അമേരിക്കയ്ക്കും ഇറാനും ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അത് ഉടൻ പരിഹരിക്കണം, ലബനനെ കൂടി ഈ വെടിനിർത്തലിൻ്റെ ഭാഗമാക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ബ്രിട്ടനും കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് ബ്രിട്ടനും ഫ്രാൻസും വിളിച്ചു ചേർക്കുന്നുണ്ട്. അത് ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ ഇക്കാര്യം കൂടി ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പോപ്പുമായുള്ള ട്രംപിൻ്റെ ഒരു വാഗ്വാദം കൂടി ഇപ്പോൾ ചർച്ചയാകും. അതായത് യുദ്ധത്തിനെതിരെ നിലപാട് ആരൊക്കെ സ്വീകരിക്കുന്നു അവരെല്ലാം അധിക്ഷേപിക്കുക, വിമർശിക്കുക എന്നുള്ള നിലപാടിലേക്ക് ട്രംപ് പോകുന്നു എന്നുള്ളതാണ്. പോപ്പിന് യുദ്ധത്തിനെതിരെ നിലപാട്, അതായത് ആണവ ശക്തികൾക്കെതിരെ അതോടൊപ്പം തന്നെ അതിക്രമങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ അദ്ദേഹം ദുർബലനാണ് എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ വിമർശനം. എന്നാൽ ട്രംപിനെ ഒരു തരത്തിലും ഭയപ്പെടുന്നില്ല എന്നുള്ള നിലയിൽ പോപ്പിൻ്റെയും മറുപടി വന്നതോടുകൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഒരു AI ഫോട്ടോയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ അദ്ദേഹം സ്വയം ഒരു യേശുക്രിസ്തുവായി അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചിത്രമാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ വിമർശനമാണ് ട്രംപിൻ്റെ ഈ ഒരു ഫോട്ടോയ്ക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, എന്താണല്ലേ ട്രംപ് സ്വയം യേശു വായിച്ച് ചമഞ്ഞുകൊണ്ടുള്ള AI ഫോട്ടോയാണ് പ്രേക്ഷകർ അല്പസമയം മുമ്പ് കണ്ടത്. ഇത് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചതാണ്. ഇതാണ് സംഭവം. യേശുവിന് ഇതായിരുന്നല്ലോ പണി, രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കുക. അത് എന്ന മട്ടിലാണ് ഇത് വിമർശനങ്ങൾ വരുന്നത്. ഒരു തരത്തിലും ജീസസ് ക്രൈസ്റ്റിനെ അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ലോകത്ത് മുഴുവൻ അസമാധാനത്തിൻ്റെ വിത്തുകൾ പാകുകയും വെനിസുലയെ ആക്രമിക്കുകയും മഡൂറോയെ പിടിച്ചുകൊണ്ട് പോവുകയും ഫലസ്തീനിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുമ്പോൾ ഇസ്രായേലിനോടൊപ്പം നിലപാടെടുക്കുകയും ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനോടൊപ്പം നിലപാടെടുക്കുകയും ചെയ്ത ഡൊണാൾഡ് ട്രംപ് സ്വയം യേശുവാണ് എന്ന മട്ടിൽ ഇപ്പോൾ ഒരു AI ചിത്രം പങ്കുവച്ചിരിക്കുകയാണ്. അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.